സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ അപകടം നടക്കുമ്പോൾ എന്താണ് ഇതിന് യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തുക അത് ദുഷ്കരമാണ്. കാരണം എന്താണ് കാരണം ദുഷ്കരമാവെന്ന് പറയാൻ കാരണം ഈ അപകടത്തിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ആ വിമാനത്തിലെ ഒരു യാത്രക്കാരനും ഇപ്പോൾ ജീവനോടെ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ആ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അദ്ദേഹം ഇതിനോടകം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തനിക്ക് മറ്റു കാര്യങ്ങൾ ഓർമ്മയില്ല. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചുറ്റും കാണുന്നത് കുറേ മൃതദേഹങ്ങളും ഒപ്പം വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും മാത്രമാണ്. പക്ഷേ സാങ്കേതികമായി എന്ത് സംഭവിച്ചു എന്ന് എങ്ങനെയാണ് കണ്ടെത്തുക? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ വിമാനങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അതാണ് ബ്ലാക്ക് ബോക്സ്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവ പ്രവർത്തിക്കുന്നത് എന്നുകൂടി നോക്കാം. വീഡിയോ എന്താടാ നോക്കുന്നേ? ഓ, അഹമ്മദാബാദിലെ വിമാനാപകടല്ലേ? എന്തോരം പേരാ മരിച്ചേ? കാണുമ്പോ തന്നെ സങ്കടാവുന്നല്ലേ? അല്ല, ഇതെന്താ സംഭവം? ബ്ലാക്ക് ബോക്സിനായിട്ട് തെരച്ചില് കുറേ വാർത്ത ഉണ്ടല്ലോ ബ്ലാക്ക് ബോക്സിനെ പറ്റിയിട്ട്. എന്താ കാര്യം? അതായത് ഈ വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നാലെ വരുന്ന അന്വേഷണം അത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. മെറ്റാലിക് റെക്കോർഡിംഗ് ഉപകരണങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന എല്ലാം ഈ ബ്ലാക്ക് ബോക്സിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഓ, അപ്പൊ ഒരു വിമാനത്തില് ഒരു ബ്ലാക്ക് ബോക്സ് അങ്ങനെ അല്ല, ഒരു വിമാനത്തിൽ ശരിക്കും 2 ബ്ലാക്ക് ബോക്സ് ആണ് ഉണ്ടാവും. ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. അതായത് കോക്പിറ്റ് റേഡിയോ റെക്കോർഡർ, അതുപോലെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്നൊക്കെ പറയും. അതായത് ഈ കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ, അവിടെ വരുന്ന മറ്റു ശബ്ദങ്ങളൊക്കെ ഇതിൽ അവർ സ്റ്റോർ ചെയ്യും, ഇതിൽ അവർ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ബ്ലാക്ക് ബോക്സ് അല്ലല്ലോ, അത് ഓറഞ്ച് കളറല്ല. അതിന്റെ കളർ ഓറഞ്ച് ആണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഇവ പെട്ടെന്ന് എല്ലാം ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ബോക്സിന് ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തിനേലും ഇടയിൽ കിടക്കുവാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് അത് കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ഓറഞ്ച് കളർ കൊടുക്കാൻ പിന്നെയുള്ള കാരണം. അല്ല, പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്താണെന്ന് അറിയോ? ഇതിപ്പം നമുക്കറിയാം വിമാനാപകടം എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്ലാസ്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ ഈ അഹമ്മദാബാദിലെ വിമാനാപകടം എന്ന് പറയുമ്പോൾ അത് തീഗോളായിട്ട് മാറി. അപ്പൊ എല്ലാം കത്തിച്ചാമ്പലായി. പക്ഷെ ബ്ലാക്ക് ബോക്സിൽ മാത്രം ഒന്നും പറ്റില്ല. അതെങ്ങനെയാണ്? അതായത് അങ്ങനത്തെ മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ബ്ലാക്ക് ബോക്സ് നിർമ്മിക്കുന്നത്. അത് ഹെവി ആയിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിനിപ്പോ മഴയാണെങ്കിലും ചൂടാണെങ്കിലും നല്ല വെയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇതിനൊന്നും സംഭവിക്കില്ല. ഇപ്പൊ നല്ല ആഴത്തിൽ വെള്ളത്തിൽ വീണാലോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള താപനിലയുള്ള ഏതെങ്കിലും ഒരു പ്ലേസിലാണെങ്കിൽ കൂടെ ഈ ബ്ലാക്ക് ബോക്സിന് അങ്ങനെ കേടുപാടുകളൊന്നും സംഭവിക്കില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇത് റിക്കവർ ചെയ്യാൻ പറ്റിയാൽ തന്നെ അപ്പൊ നമുക്ക് അതിനുള്ള ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ സംഭാഷണങ്ങളും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ബ്ലാക്ക് ബോക്സ് ഒന്ന് കണ്ടെത്താൻ സാധിക്കും. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ അപ്പൊ അതിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയല്ലോ. അപ്പൊ നമുക്ക് ഈ അപകടം എങ്ങനെയാണ് നടന്നത്, എന്താണ് അതിന്റെ റീസൺ, ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഇനിയിപ്പോ അടുത്ത് തന്നെ ഇപ്പൊ ഈ ബ്ലാക്ക് ബോക്സ് നടത്തിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ കണ്ടെത്താനാകും എന്നാണ് പ്രതീക്ഷ. യെസ്, അപ്പോൾ അതാണ് ബ്ലാക്ക് ബോക്സ് എന്ന പേരും ഓറഞ്ച് നിറവുമുള്ള ഒരു പെട്ടി, ഒരു ബോക്സ് ആണ്. അതിന് വളരെ പ്രധാനപ്പെട്ട വൈറ്റൽ ഇൻഫർമേഷൻ ആണ്. സാങ്കേതികമായി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് കിട്ടുന്നതോടുകൂടി അതിൽ റിക്കവർ ചെയ്യുന്നതോടുകൂടി ഒരു പ്രാഥമികമായെങ്കിലും കൃത്യമായ വിവരങ്ങൾ അത് ലഭിക്കും വിദഗ്ധർക്കെന്നാണ് മനസ്സിലാക്കുന്നത്.